രാമ 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 രാമ. ഓം കാളാംബോധനിഭം ശരാസനമിളത്പ്രോദ്യത്കരംഭോരുഹം സീതാലക്ഷ്മണസേവിതം കപിഗണൈ രക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മഭവാദിഭിർബഹുവിധൈ സ്തോത്രൈശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതുമനിശം വന്ദേ ദശാസ്യന്തകം. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഓരോ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകളെ. ജയ് ശ്രീരാം. രാമായണം നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ശ്രീരാമനോളം സ്വാധീനം ചെലുത്തിയ മറ്റൊരു അവതാരത്തെ ദർശിക്കണമെങ്കിൽ അത് കൃഷ്ണനായിരിക്കും. അപ്പോൾ രാമൻ്റെ ആചാരങ്ങളും കൃഷ്ണൻ്റെ വിചാരങ്ങളും ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. എങ്കിൽ മാത്രമേ ഈ ദേവഋണം നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതായാലും സുകൃതികളാണ് നിങ്ങളും ഞാനും അടങ്ങുന്ന ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഹൈന്ദവ സമൂഹം. കാരണം അയോധ്യയിൽ ശ്രീരാമന് രാജോചിതമായ ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. എന്താണ് രാമായണത്തിൻ്റെ പ്രസക്തി എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് മാത്രമാണ്. മോദി 2/3 മെജോറിറ്റിയിൽ ഭരണത്തിലേറി രണ്ടാമത് വീണ്ടും അധികാരത്തിലേറിയാൽ ശ്രീരാമക്ഷേത്രം ഭാരത ജനതയ്ക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ശ്രീരാമക്ഷേത്രം ഭാരതത്തിന് സമ്മാനിച്ചു. അടുത്ത ഇലക്ഷനിൽ മൂന്നാമതും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറി. ഇതിൽ നിന്നും നാം ഉൾക്കൊള്ളണം ശ്രീരാമ മന്ത്രവും ശ്രീരാമ ഭജനവും ശ്രീരാമ ക്ഷേത്ര സംസ്കൃതിയുടെയും ഫലം എന്തായിരിക്കും ജീവിതത്തിൽ, എന്തായിരിക്കും ഈ ശ്രീരാമ ഉപാസന കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നത്. നേട്ടങ്ങളായിരിക്കണം ജീവിതം. കോട്ടങ്ങളില്ലാത്ത നേട്ടങ്ങളുടെ ജീവിതമായിരിക്കണം നമ്മുടെ. അതാഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സുസ്വാഗതം ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിലോട്ട്. നമുക്കറിയാം, രത്നാകരനിൽ നിന്നും ആദി കാവ്യ രചയിതാവായ വാത്മീകി ഋഷിയിലേക്കുള്ള ഉയർച്ച. വെറും രാമ മന്ത്രം
തുടങ്ങി 24,000 ശ്ലോകങ്ങളുള്ള ആദികാവ്യം രചിച്ചത്. നമുക്കറിയാം, രാമോ വിഗ്രഹവാൻ ധാർമ്മികത. ഇത് നമ്മുടെ ബോധത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതാണ് ധാർമ്മികത. ഈ ധാർമ്മികത എന്താണെന്ന് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വരും തലമുറയിലോട്ട് ധാർമ്മികത ഏവം പരമ്പരാപ്രാപ്തം, ധാർമ്മികത വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതാണ് രാമായണം. അങ്ങനെയാകുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ കാർന്നു തിന്നാൻ നമ്മുടെ ഗേറ്റിൻ്റെ ഉമ്മറത്ത് വരെ എത്തിയിരിക്കുന്ന മദ്യം, മാംസം, മയക്കുമരുന്ന്, ലവ് ജിഹാദ് മുതലായിരിക്കുന്ന ധാർമ്മിക വിരുദ്ധ ആസുരീക ശക്തികൾക്കൊന്നും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ സാധിക്കില്ല. നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ സാധിക്കില്ല. ഈ രാമായണ പഠനത്തിലൂടെ, ശ്രീരാമ തത്വ ധർമാചരണത്തിലൂടെ, രാമനാമത്തിൽ നിന്നും 24,000 ശ്ലോകങ്ങളിലൂടെ ശ്രീരാമ തത്വം, ആ ശ്രീരാമ തത്വത്തിൽ നിന്നും ശ്രീരാമ ധർമ്മ ആചരണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതെങ്ങനെയായിരിക്കണം? അത് രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ കള്ളൻ ആ ബാഡിൽ നിന്നും ഗുഡിലേക്കും, ഗുഡിൽ നിന്നും ബെറ്ററിലേക്കും, ബെറ്ററിൽ നിന്നും ദി ബെസ്റ്റിലേക്കും, ദി ബെസ്റ്റിൽ നിന്നും ഗ്രേറ്റിലേക്കും, ഗ്രേറ്റിൽ നിന്നും എക്സലൻ്റായി മാറണം നമ്മുടെ ജീവിതം. രാമായണം കേൾക്കുന്ന, പഠിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതം എക്സലൻ്റായി മാറണം. അത് അടിമുടി ഒരു ജീവിത പരിവർത്തനം, കുടുംബജീവിതം മധുരമുള്ളതായിരിക്കണം. അതിനാണ് രാമായണ പഠനം. നമ്മൾ ആദ്യം ജയ് ശ്രീറാം, നമ്മൾ ആദ്യം കേട്ട മന്ത്രം ശ്രീരാമ ക്ഷേത്രങ്ങളിൽ തന്ത്രിമാർ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. മേശാന്തിമാർ നിത്യപൂജയ്ക്ക് ആവാഹനത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് നമ്മൾ കേട്ടത്. അതിനകത്ത് പറയുന്നുണ്ട്, കാളാംബോധനിഭാം ശരാസനമിളത് പ്രോദ്യത് കരാംബോരുഹം സീതാ ലക്ഷ്മണസേവിതം കപിഗണൈ രക്ഷോഗണൈശ്ചാവൃതം. കാളാംബോധനിഭം, നീലമേഘശ്യാമളനായ ആ ശ്രീരാമൻ അയോധ്യയിലെ വിഗ്രഹം നമ്മൾ കണ്ടില്ലേ? ശരാസനമിളത് പ്രോദ്യത് കരാംബോരുഹം, കയ്യിൽ അമ്പും വില്ലുമായി സീതാ ലക്ഷ്മണ സേവിതം കപിഗണൈ രക്ഷോഗണൈശ്ചാവൃതം. സീതയും ലക്ഷ്മണനും, അതുപോലെ തന്നെ വാനര സൈന്യവും, അതുപോലെ തന്നെ അസുരന്മാർ പോലും തൻ്റെ കുടുംബമെന്ന പശ്ചാത്തലത്തിലാണ്. ഈ കുടുംബമെന്ന പശ്ചാത്തലം ഉണ്ടായതുകൊണ്ടാണ് ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ആരാലും തകർക്കാൻ സാധിക്കാത്തത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോഴാണ്, ഈ കുടുംബ പശ്ചാത്തലം പറയുമ്പോഴാണ് ഈ രാമായണത്തിലെ വിഭീഷണ ഉവാച എന്നും പറഞ്ഞ് വിഭീഷണൻ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചൊല്ലുന്ന, നമ്മളിപ്പോൾ പഠിക്കുന്ന രാമായണം അധ്യാത്മരാമായണമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛനാണത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മൂലരാമായണം സാക്ഷാൽ വേദവ്യാസ ഭഗവത്പാദ വിരചിതമാണ് അധ്യാത്മ രാമായണം. ഈ അധ്യാത്മരാമായണം, മൂല രാമായണം സംസ്കൃതത്തിലാണ്. അതിലാണ് നല്ല മനോഹരമായ ഒരു വരിയുണ്ട് ശ്രീരാമനെ കുറിച്ചിട്ട്. അത് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് അനുഗ്രഹിക്കുമ്പോഴാണ് അത് വ്യാസഭഗവാൻ വരച്ച ചിത്രം. വിഭീഷണോ വാച,
വിഭീഷണൻ പറയുന്നു, ജഗതുൽപത്തിനാശാനാം കാരണായ മഹാത്മനെ ത്രൈലോക്യ ഗുരവേ നാദി ഗൃഹസ്ഥായ നമോ നമ. ഗൃഹസ്ഥായ നമോ നമ. അപ്പൊ ശ്രദ്ധിക്കണം, ശ്രീരാമ ഉപാസന ഈ കർക്കിടക മാസത്തിൽ തുടങ്ങി ജീവിത അവസാനം വരെ ഗൃഹസ്ഥാശ്രമികള് അവനവൻ്റെ കുടുംബത്തില് കുടുംബ ഐശ്വര്യത്തിനും കുടുംബ ഭദ്രതയ്ക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാത്തിനുമായി അഷ്ട ഐശ്വര്യങ്ങൾക്കും സർവസമ്പൽ സമൃദ്ധിക്കും ഈ രാമായണ പഠനം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വിഭീഷണൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ വിളിക്കുകയാണ്, ത്രൈലോക്യ ഗുരവേ, മൂന്ന് ലോകത്തിൻ്റെയും മഹാഗുരു. ഭഗവത്ഗീതയുടെ ധ്യാനത്തിൽ മധുസൂദനാനന്ദ സരസ്വതികൾ പറയും, വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ കൃഷ്ണൻ. നമുക്ക് ഭാഗവതത്തിൽ തൊട്ടക്കം തന്നെ എന്താണ്? കുന്തി സ്തുതിയാണ്. അമ്മ പറയുന്നു, വിപത സന്ത്വനസന്തോ തത്ര തത്ര ജഗദ്ഗുരു. അപ്പോൾ ഇവിടെ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ അവതാരങ്ങൾ ഒന്നുകിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഗുരുവായിരിക്കും. മാതാപിതാ ഗുരു ദൈവം. വൈക്കത്തപ്പ ശരണമയ്യപ്പ, ഗുരുവായൂരപ്പനേ ശരണമയ്യപ്പ, ഏറ്റുമാനൂരപ്പനേ ശരണമയ്യപ്പ. അപ്പൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ. പിന്നെ ആറ്റുകാൽ അമ്മേ ശരണമയ്യപ്പ. ആറ്റുകാലിൽ എന്താണ്? അമ്മ. ചോറ്റാണിക്കര അമ്മേ ശരണമയ്യപ്പ. കൊടുങ്ങല്ലൂർ അമ്മേ ശരണമയ്യപ്പ. ഈശ്വരോ ഗുരു ആത്മാ ഇതി മൂർത്തിഭേദ വിഭാഗിനോ. അപ്പോൾ ഈ മാതൃ പിതൃ ഗുരു സങ്കല്പത്തിൽ വിശ്വഗുരുവായി രാമൻ്റെ ആചാരങ്ങൾ നാം സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ അദ്വൈതാനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. മയ്യേവ സകലം ജാതം മൈ സർവം പ്രതിഷ്ഠിതം മൈ സർവലയ തത് ബ്രഹ്മദ്വയോസ്മി അഹം. ഇത് ഞാനാണ്, എന്നിലാണ് ഈ ത്രൈലോക്യ ഗുരുവായ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ എല്ലാ ഗുണഗണങ്ങളും. ഗൃഹസ്ഥായ നമോ നമ. ഗൃഹസ്ഥാശ്രമികളെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എന്താണ്? രാമൻ. ആരാണ് രാമൻ? രമതേ സർവഭൂതേഷു ചാപരേഷു ചരേഷു ച അന്തരാത്മസ്വഭാവേ. അന്തരാത്മാവാണ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലെയും അന്തരാത്മാവാണ് രാമൻ. അപ്പോൾ രമതേ സർവഭൂതേഷു, സർവചരാചരങ്ങൾക്കും രമിക്കാനുള്ള സച്ചിദാനന്ദ സ്വരൂപമാണ് ശ്രീരാമചന്ദ്രപ്രഭു എന്നുള്ളതാണ് വിഭീഷണൻ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് ഇത് എന്ന ചോദ്യത്തിന്, ശ്രീരാമനും സീതയും ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തമ ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ്. ആധുനിക സമൂഹത്തിൽ ഇന്നത്തെ കുടുംബത്തിൽ രണ്ട് ഫാഷനാണുള്ളത്. ഒന്ന്, കുടുംബത്തിൽ ബന്ധുക്കൾ ആർക്കെങ്കിലും ഒരു ക്യാൻസർ. എന്താണ് ക്യാൻസറിൻ്റെ കാരണം? മറ്റൊന്നുമല്ല, ഈ കുഴിമന്തി, അവനവൻ്റെ ജീവിതത്തിൽ കുഴി മാന്തുന്ന ശവക്കറികൾ തിന്നുന്നത് കൊണ്ടും ജംഗിൾ ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ നാം ഒരു കുത്തഴിഞ്ഞ സംസ്കാരം ഫോളോ ചെയ്യുന്നത് കൊണ്ടും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് കൊണ്ടും. രണ്ടാമത്തെ ക്യാൻസറാണ് ഡൈവേഴ്സ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ദർശിക്കാൻ കാണുന്ന ഏറ്റവും വലിയ ക്യാൻസറാണ്. ഒരു നമ്മുടെ കുടുംബങ്ങളിൽ, ഒരു വലിയ കുടുംബത്തിൽ ബന്ധുക്കൾ, അച്ഛൻ, കൊച്ചച്ഛൻ, ചിറ്റാവ്, വല്യപ്പൻ, വല്യമ്മ, ഇങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു ഡൈവേഴ്സ് ഉണ്ടാവും.
എന്താണ് ഈ ഡൈവേഴ്സിൻ്റെ പിറകിലുള്ളത് എന്ന് ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ധാർമ്മികതയിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു ജീവിതം, വെസ്റ്റേൺ കൾച്ചറിൽ അവരുടെ ജീവിതം അവർക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി നോക്കി പോവാം, എനിക്ക് എൻ്റെ വഴി നോക്കി പോവാം. അവർ വീണ്ടും രണ്ടുപേരും വിവാഹം ചെയ്യുന്നു, വീണ്ടും വരും. അങ്ങനെ ഞാനിതിനിടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ എടുത്ത് നോക്കിയപ്പോൾ 4 കല്യാണം മറ്റോ അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. യൂറോപ്യൻ കൾച്ചറിൽ അത് യാതൊരു കുഴപ്പവുമില്ല. അത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണോ ന്യൂജൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഡൈവേഴ്സ് എന്ന ദുരന്തം നമ്മുടെ കുടുംബത്തിൽ കയറാതിരിക്കാൻ നമ്മുടെ മക്കളെയും നമ്മുടെ കൊച്ചുമക്കളെയും നമ്മുടെ മറ്റ് ബന്ധുക്കളെയും എല്ലാവരെയും ഈ രാമായണ പാരായണ പഠന ശ്രവണ മനന നിധിധ്യാസവം ജീവിതത്തിൽ ശ്രീരാമനും സീതയും അനുഭവിച്ച ഏതേത് ദുഃഖങ്ങളും ഏതേത് നെഗറ്റീവും അതൊക്കെ തന്നെ പോസിറ്റീവാക്കി മാറ്റുന്നതായി നമുക്ക് ദർശിക്കാൻ സാധിക്കാം. വനവാസത്തിന് നമുക്കറിയാം, വനവാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്തുമാത്രം എൻജോയ് ചെയ്തു എന്ന്. അപ്പോൾ രാമായണത്തിൻ്റെ വിഷനും മിഷനും ഊർജ്ജസ്വലമായ ദാമ്പത്യമാണ്. ഭാര്യാഭർത്തൃ ജീവിതം അതിൻ്റെ ഊഷ്മളതയാണ്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവിതം അന്ത്യനിമിഷം വരെ ദാമ്പത്യം ആസ്വാദ്യകരമാക്കി തീർക്കണം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റിനെ മെഡിസിറ്റിയുടെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ പേര് മജീഷ് എന്നാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ ഈ പ്രായമുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് ആ റിനെ മെഡിസിറ്റിയിൽ എനിക്ക് അനുഭവപ്പെടുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. കാരണം മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒന്നുകിൽ കാനഡയിലായിരിക്കും, ഇപ്പോൾ അതാണല്ലോ ഫാഷൻ, അല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കും, ഇപ്പോൾ അതാണല്ലോ ഫാഷൻ. അപ്പോൾ മക്കളും കുഞ്ഞുമക്കളും എല്ലാവരും വിദേശത്തോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ നമുക്ക് നാം മാത്രം, നമ്മുടെ സഹധർമ്മിണിയും മാത്രം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഭാര്യയും ഭർത്താവും മാത്രമേ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ഉണ്ടാകൂ. അതുകൊണ്ട് ആ അന്ത്യനിമിഷം വരെ ജീവിതം ആസ്വാദ്യകരമായി മക്കൾക്കും കൊച്ചുമക്കൾക്കും പേരക്കിടാങ്ങൾക്കും ഊഷ്മളമായ ഈ ദാമ്പത്യം വാർദ്ധക്യം അവർക്ക് ഇൻസ്പിരേറ്റഡ് പേഴ്സണായി നാം സ്വയം ഉയരണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ഉദ്ധരേതാത്മനാത്മാനമാത്മാനമവസാദയിൽ ആത്മന്യോ ബന്ധു ആത്മന്യേ രിപുരാത്മന. നമ്മുടെ ബന്ധുവും നമ്മുടെ ശത്രുവും നാം തന്നെയാണ്. നാം നമ്മളെ ഇൻസൾട്ട് ചെയ്യരുത്. നാം സ്വയം ഉയരണം, സ്വയം വളരണം. ഞാൻ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കഴിക്കണം, ഞാൻ കഴിക്കേണ്ട വെള്ളം ഞാൻ തന്നെ കുടിക്കണം, ഞാൻ കഴിക്കേണ്ട മരുന്ന് ഞാൻ തന്നെ കഴിക്കണം, എൻ്റെ ഭാര്യ കഴിക്കേണ്ടത് ഭാര്യ തന്നെ കഴിക്കണം. അപ്പം ഈ ഉത്തമമായ ദാമ്പത്യം, ആ ദാമ്പത്യം മാതാ അമൃതാനന്ദമയി ദേവി അമ്മ എന്തു പറഞ്ഞാലും അതാണ് വേദസൂക്തം. അമ്മ എന്തു പറഞ്ഞാലും അതാണ് വേദസൂക്തം. 4 പതിറ്റാണ്ട് വേദോപാസനയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, മാതാ അമൃതാനന്ദമയി അമ്മയുടെ നാവിൽ നിന്നും എന്ത് മൊഴിഞ്ഞാലും ആ മൊഴിമുത്തുകളാണ് ചതുർവേദസാരം. അതുകൊണ്ട് അമ്മ പറയുന്നു, എന്താണ് അമ്മ പറയുന്നു? ജീവിതം മധുവിധു മഹോത്സവമായി കൊണ്ട് നടക്കണം. അമ്മ പറഞ്ഞ ഈ വിഷനും മിഷനുമാണ് രാമായണത്തിന്. അതുകൊണ്ട് രാമായണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി ഒരു കോഓപ്പറേഷനോടുകൂടി കുറ്റവും കുറവും പറയാതെ, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, പരസ്പരം വാശിയും വെറുപ്പുമില്ലാതെ എല്ലാം പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് അവയൊക്കെ അതിൻ്റെ നെഗറ്റീവിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് വളരെ സിമ്പിളാണ്. വല്ലം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ മതി. ഭാര്യ പറയുന്നത് ഒക്കെ അങ്ങോട്ട് ഓക്കെ അടിക്കുക, ഭർത്താവ് പറയുന്നത് ഒക്കെ അങ്ങോട്ട് ഓക്കെ അടിക്കുക. എന്ത്
ഇടത് ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ വലത് ചെവി കൊണ്ട് വിടണം എന്നാണ് കാർന്നവന്മാർ പറയുന്നു. എങ്കിൽ ഞാൻ പറയുന്നു ഇടത് ചെവി കൊണ്ട് കേൾക്കുന്നത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് വിടണം. നമുക്ക് എന്താ നഷ്ടമുള്ളത്? ഭാര്യ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരി 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 ഡൺ ഡൺ ഡൺ. എന്താ അതുകൊണ്ട്? വക്കീലാണ് കോടതിയിൽ, ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ജഡ്ജിയാണ് എല്ലാത്തിനും കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിന് ജഡ്ജ്മെന്റ് ചെയ്യേണ്ടത്. അപ്പം ജഡ്ജി ആവണ്ട, വക്കീലും ആവണ്ട. ഓക്കെ 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 ഓക്കെ. ഇപ്പോൾ ഭാര്യ എന്ത് പറഞ്ഞാലും ഇന്നു മുതൽ ഓക്കെ ഓക്കെ ലൈക്ക് അടിക്കണം, ഡൺ ഡൺ ഡൺ. ഭർത്താവ് എന്ത് പറഞ്ഞാലും ഓക്കെ 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 ലൈക്ക് അടിക്കണം. എന്താ ഇതുകൊണ്ട് നഷ്ടമുള്ളത്? ഞാൻ രാമായണം ദർശിച്ചത് അതുകൊണ്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും രാമായണ ദർശനത്തിലൂടെ എന്നെ പഠിപ്പിച്ചത് അതാണ്. അവർ എൻ്റെ അച്ഛൻ്റെ ഗുരുവാണ് കൈതപ്രത്തൻ്റെ അമ്മാവൻ കൊമ്പംകുളം ഈശ്വരൻ നമ്പൂതിരി. അദ്ദേഹം പറയും, ഉദാത്തമായ ശ്രീരാമനെയും സീതയെയും പോലുള്ള ഉദാത്തമായ മാതൃകാപരമായ അനുകരണീയമായ ദാമ്പത്യത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് എൻ്റെ ശിഷ്യൻ ശംഭുവും അവൻ്റെ സഹധർമ്മിണി സുവർണിനിയും എന്ന്. എൻ്റെ അച്ഛനെയും അമ്മയും ആ സംസ്കൃതിയിൽ വളർന്നതുകൊണ്ടായിരിക്കണം എനിക്ക് മധുരതാരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ ധർമ്മശാസ്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പിടിവാശി അങ്ങോട്ട് ഉപേക്ഷിക്കണം. കുട്ടികളെപ്പോലെ എല്ലാം സന്തോഷമായി. അപ്പോൾ ജീവിതത്തിൻ്റെ കയ്പുനീരില്ലാതിരിക്കാനാണ് ഈ ശ്രീരാമക്ഷേത്രങ്ങളിലെ നാലമ്പല ദർശനത്തിലൊക്കെ പോയാൽ അവിടെയൊക്കെ വഴിപാടുകൾ കഴിക്കണം, അവിടുത്തെ പായസം കഴിക്കണം, അത് മേടിക്കണം. ഭാര്യമാരാ പോകുന്നെങ്കിൽ ഭർത്താക്കന്മാർക്ക് ആ പായസം കൊണ്ടു കൊടുക്കണം, ഭർത്താക്കന്മാരാ പോകുന്നെങ്കിൽ ഭാര്യമാർക്ക് പായസം കൊണ്ടു കൊടുക്കണം. ശബരിമല അയ്യപ്പസ്വാമിയെ ദർശനം കഴിച്ച എല്ലാവരോടും ഞാൻ പറയും, അരവണ വാങ്ങിക്കണം. വീട്ടിൽ ഈ അയ്യപ്പസ്വാമിയുടെ മധുരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അരവണ വാങ്ങിക്കണമെന്ന്. അപ്പം ഈ പായസം മധുരം ഭാര്യയ്ക്ക് കൊടുത്താലുണ്ടാകുന്ന മാധുര്യം എന്താണെന്ന് കൊടുത്ത് പരീക്ഷിച്ചു നോക്കിക്കോളൂ. ലൈഫ് സക്സസ് ആയിരിക്കും. അപ്പം ഈ ശ്രീരാമ, അതായത് നമ്മുടെ തുളസീദാസിൻ്റെ ഒരു രാമായണമുണ്ട്. ആ തുളസീദാസിൻ്റെ രാമായണത്തിൽ ശ്രീരാമൻ്റെ ചിത്രം എങ്ങനെ വരക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, ഇതേ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അതേ മുഖം തന്നെയാണ് സത്യപ്രതിജ്ഞയുടെ പട്ടാഭിഷേകത്തിൻ്റെ അന്ന് രാവിലെയും. അതായത് പ്രതികൂലതയിലും മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേകവും മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, പ്രഹസന്നിവ ഭാരത. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വനവാസം സ്വീകരിക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് പട്ടാഭിഷേകം സ്വീകരിക്കുന്ന രാമനെയാണ് നമുക്കിവിടെ ദർശിക്കുന്നത്. അതിന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടനെ, പട്ടാഭിഷേകം കഴിഞ്ഞ ഉടനെ വസിഷ്ഠ ഋഷി, നല്ലൊരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠം, പഠിക്കണം. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ മുഖത്ത് നിന്നും അതെനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗവാസിഷ്ഠം അതിനകത്ത് പറയുന്നുണ്ട്, ഗൃഹമേ ഹേ രാമ, ഇന്നു മുതൽ നീ എങ്ങനെ ഭരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ ശാന്താഹാം ഹൃദിദോഷാണാം വിജന വനഭൂമിയെ. ഹേ രാമ, നീ വനത്തിൽ 13 വർഷം നിന്നു. അവിടെ നീ കണ്ടിരിക്കുന്ന ഋഷീശ്വരന്മാര് വനത്തിൽ അനുഭവിച്ച സൗഖ്യം, വനത്തിൽ അനുഭവിച്ച സുന്ദരമായ മുഖം, ആ വനത്തിൽ അവരനുഭവിച്ച അതീന്ദ്രിയമായ പരമാനന്ദം ഇന്നു മുതൽ നീ ഭരിച്ചുകൊണ്ട് നിന്റെ ഗൃഹത്തിലും, ഗൃഹമേവ ഗൃഹസ്ഥാനാം സുസമാഹിത ചേതസ, മനസ്സ് ബുദ്ധി ബോധം സന്തോഷപ്രദമായി കുടുംബത്തിൽ കൊണ്ടുവരണം. അപ്പം ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കി കൊണ്ടുപോകണം. തളരാത്ത തകരാത്ത ഊർജ്ജസ്വലമായ ഉയരുന്ന ഒരു ദാമ്പത്യവും, ഒരു നല്ല അച്ഛനാകാൻ, ഒരു നല്ല അമ്മയാകാൻ, ഒരു നല്ല മകനാകാൻ, ഒരു നല്ല മകളാകാൻ, ഒരു നല്ല സുഹൃത്താകാൻ, ഒരു നല്ല രാഷ്ട്രത്തിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകളും ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു നല്ല പൗരനായി വളരാൻ രാമായണ പഠനത്തിലൂടെ സാധിക്കും.
എനിക്കത് സാധിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളും അത് ചെയ്യണം, വരും തലമുറയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യണം. അതിന് എല്ലാവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും മറ്റുള്ള ആൾക്കാർക്കും മറ്റു ഗ്രൂപ്പിലേക്കും എല്ലാത്തിലേക്കും ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് എഴുതണം. നമുക്ക് വരുന്ന മാറ്റങ്ങൾ വരുത്തണം. എല്ലാത്തിനും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം. സ്വാമീ ശരണമയ്യപ്പ.